ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് കൂടുതൽ തക്കാളിയൊക്കെ കിട്ടുന്ന സമയത്ത് കേടുവരാതെ എങ്ങനെ മാസങ്ങളോളം സൂക്ഷിക്കാന്നുള്ളതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് കുറച്ച് ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണ്ട ഇനി നമുക്കിതിൽ എടുത്ത് വെക്കാനായിട്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ എടുത്ത് വെക്കാനായിട്ട്, ഫ്രിഡ്ജിലോ ഫ്രീസറിലൊക്കെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് നമുക്കത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കണം. ഞങ്ങളിപ്പോൾ ഒരു 1/2 കിലോനോ 1 കിലോനോ വാങ്ങുന്ന പോലെയല്ല. ഇപ്പം ഓഫറിൻ്റെ ടൈമിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കാനുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുകി ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ കഴുകി ക്ലീൻ ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം കളയാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. നമ്മൾ എപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും ഇതുപോലെ കഴുകി ക്ലീനാക്കി ആ ഞെട്ടി ഭാഗത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. കഴുകിയതിൻ്റെ അതൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് ക്ലീനാക്കി വെക്കണം കേട്ടോ. തരി വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ആ തക്കാളിമ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തുടച്ച് നല്ല കോട്ടൺ തുണി എടുക്കുക. അപ്പം എന്നിട്ട് ഇതുപോലെ തുടച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്കത് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ എല്ലാ തക്കാളി ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം എല്ലാവരും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും തക്കാളി കടയിൽ നിന്ന് എടുക്കുമ്പോഴും ഇതുപോലെ 2-3 നാളൊക്കെ നമ്മൾ അത്യാവശ്യമുള്ളതൊക്കെ 2-3 നാളിനൊക്കെ നല്ല പഴുത്തത് നോക്കിയെടുക്കും. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പഴുക്കാറായത് ഒരു റെഡ് കളറിനെ നല്ല അങ്ങനെ ഞങ്ങാത്ത രീതിയിലുണ്ടാവുമല്ലോ, കുറച്ച് ഹാർഡ് പോലെ അങ്ങനത്തെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നാശമാവില്ല. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം കുറച്ച് പഴുത്തം നോക്കിയെടുക്കുക. പെട്ടെന്നൊക്കെ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പഴുത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അധികം കേട് വരാതിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഞെട്ടി ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് 2 രീതിയിൽ കണ്ടില്ലേ, ഇങ്ങോട്ടൊരു വര വരച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ആ ഞെട്ടി ഭാഗത്താണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കേട് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് കുറച്ച് തക്കാളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കമത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ആ ബോക്സിൽ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബോക്സ് എടുക്കുക, വെള്ളം നനവില്ലാത്ത ബോക്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതുപോലെ ഒരുപാട് തിക്കിയിട്ട് വെച്ച് കൊടുക്കരുത്. നമ്മൾ അടയ്ക്കുന്ന സമയത്തും ജാമാവാത്ത രീതിയിൽ അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് ലൂസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് കറി വെക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കറി വെക്കുന്നതിന് കുറച്ച് മുന്നേ നമുക്ക് ആവശ്യമുള്ള ഒരു തക്കാളി എടുത്തിട്ട് പുറത്ത് വെക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകം പോകും. എന്നിട്ട് നമുക്ക് കറിയിൽ ഇടാം കേട്ടോ. നമ്മൾ കറി എപ്പോഴും വെക്കണം, ഇതിന് മുന്നേ വേണേൽ നമ്മൾ പുറത്തെടുത്ത് വെക്കാൻ. അതൊരു ടിപ്പാണ്. ഇനി നിങ്ങൾക്ക് അതുപോലെ ഞെട്ടി ഒന്ന് കളഞ്ഞതിന് ശേഷം തക്കാളി 2 പീസോ 3 പീസോ അത് നിങ്ങളിഷ്ടം പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഓരോ പീസായി 3 പീസാക്കിയിട്ട് അങ്ങനെയും വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോക്സ് എടുക്കുക. ഇപ്പോൾ ഐസിന് ബോക്സ് അങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത പീസസ് എടുക്കുക കേട്ടോ. നമുക്ക് ഒരു തക്കാളി സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിഷ്ടം പോലെ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് കറിയിലൊക്കെ ഇടുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പീസാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഫസ്റ്റ് തട്ടിൽ നമുക്കൊരു പ്ലാസ്റ്റിക്, നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫുഡൊക്കെ റാപ്പ് ചെയ്യണ ക്ലിക്ക് റാപ്പില്ലേ, അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ അത് വെച്ചാലും മതി. അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കവർ വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് അടുത്ത പീസസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത പീസസ് വെക്കുക. അത് ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജാമാക്കി വെക്കരുത്. ഇതുപോലെ സ്പേസ് ഇട്ട് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ബോക്സ് ചെറുതാണെങ്കിൽ അത് അടയ്ക്കുമ്പോൾ തക്കാളിയും അങ്ങനെ ജാമായിട്ട് അതിൻ്റെ ടോപ്പ് ഇരിക്കാൻ പാടില്ല. കുറച്ച് ലൂസായിട്ട് തന്നെ ടോപ്പ് ഇരിക്കണം. ഇപ്പോൾ ഞാൻ ഇത് തട്ട് വെച്ചപ്പോൾ അത് ഫുള്ളായി. നിങ്ങൾ ബോക്സ് വലുതൊക്കെ ആണെങ്കിൽ ഒരു കവർ കൂടി വെച്ച് 3ാമത്തെ തട്ട് നിങ്ങൾക്ക് തക്കാളി വെച്ച് കൊടുക്കാം. അതിൽ മേലെ നിങ്ങൾക്ക് കവർ വെക്കേണ്ട പാടില്ല. ഇപ്പോൾ ഞാൻ ലൂസായിട്ടായിരിക്കുന്നത്. നമ്മൾ ആ ബോക്സിൻ്റെ ടോപ്പൊന്നും അതുമേ ജാമായിട്ട് ഇരിക്കുന്നില്ല. അതുമ്പോൾ തട്ടാതെ തക്കാളിക്ക് നല്ല ലൂസായിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ ഫ്രീസറിലാണ് വെച്ചത്. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മുടെ തക്കാളി ഇതുപോലെ ആയിട്ട് നമുക്ക് അധികം ഇങ്ങനെ കൂട്ടി വെച്ച് നമുക്കതിങ്ങനെ കട്ട് പിടിച്ചിട്ടിരിക്കണം. ഇതുപോലെ വിട്ട് വെച്ച് നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറിയിൽ ഇടുന്ന സമയത്ത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് മുന്നേ പുറത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അങ്ങനെ കറിയിലേക്ക് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറിയിലേക്ക് ഇതേപോലെ നമുക്ക് ഇത്ര ആവശ്യമുള്ള തക്കാളി നമുക്ക് കറിക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുറത്ത് വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ഫ്രീസറിൽ വെക്കുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെച്ചാൽ മതി. അല്ലാതെ ബോക്സിലൊക്കെ വെച്ച് അത്രയും നേരം പുറത്ത് വെക്കരുത്. ആവശ്യമുള്ള തക്കാളി എത്ര പീസ് വേണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം പുറത്ത് വയ്ക്കുക. എന്നിട്ട് അത് ബാക്കിയുള്ളത് തിരിച്ച് അപ്പം തന്നെ ഫ്രീസറിൽ വെക്കാൻ കേട്ടോ. ഒരുപാട് നേരം ബോക്സ് പുറത്ത് വെക്കരുത്. ആവശ്യമുള്ള തക്കാളി മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത് അടുത്തത്
സിപ്പിലൊക്കെ കവർ ഉണ്ടാവില്ലേ, എൻ്റെ അടുത്തുള്ള കുറച്ച് വലുതാണ്. ചെറുതുണ്ടെങ്കിൽ ചെറിയത്, നിങ്ങൾക്ക് എത്ര തക്കാളി 4-5 തക്കാളി ആണെങ്കിൽ ചെറിയ കവർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കാം. എന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഹോളുള്ള കവർ കിട്ടുകയാണെങ്കിൽ അതിലിട്ട് വെച്ചാലും മതി കേട്ടോ. ഹോള് ഇപ്പോൾ നമുക്ക് സിപ്പിലൊക്കെ കവറുള്ളത് അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മളിതുപോലെ ചെറിയൊരു കത്തിയെടുത്തിട്ട് ചെറിയ ഹോളാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ സാധാ ഒരു ഹോളൊന്നും ഇല്ലാത്ത കവറിൽ അങ്ങനെ കെട്ടി വെച്ചാൽ താഴെ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാണെങ്കിലും അത് പെട്ടെന്ന് നാശമായി പോവും. അതുപോലെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അതെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ അധികം പഴുക്കാത്ത തക്കാളിയാണ് എടുക്കുക. അപ്പോൾ പിന്നെ നമുക്കത് കുറേ ദിവസം, ആഴ്ചകളും മാസങ്ങളൊക്കെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഹോളിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇതുപോലെ പീസ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സർ ജാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റാക്കിയിട്ട് ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ അരച്ച് കൊണ്ടുവരാം. ഇത് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഐസ് ക്യൂബിൻ്റെ ട്രേ അല്ലേ, ആ ട്രേ എടുക്കുക. ആ ട്രേയിലേക്ക് നമ്മളിതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തക്കാളി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം അതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ പച്ചവെടുക്കണേന് അരച്ചത്. നമ്മുടെ ട്രേ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. ഇനി നമുക്കിത് ആവശ്യമുള്ള സമയത്ത് കറിയിലൊക്കെ ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ ഇത് സെറ്റായിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റിൻ്റെ ക്യൂബാണ് കേട്ടത്. നമ്മൾ ഐസ് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ എടുത്ത് നമുക്ക് എത്ര ക്യൂബ് വേണോ ഒരു കറിക്ക് അനുസരിച്ചുള്ള എത്ര വേണമെന്നുണ്ടെങ്കിൽ കറിയിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഒരുപാട് തക്കാളി കൂടുതൽ 2, 3, 4 കിലോനൊക്കെ വാങ്ങുന്ന ഓഫറിനൊക്കെ കിട്ടുന്ന ടൈമിൽ അങ്ങനെയൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈസിയാണ്. നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി എടുക്കാനോ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേർക്കും എടുത്തിടുക. അത് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ വാങ്ങി ഉപയോഗിക്കാനാണെങ്കിൽ ഇപ്പോൾ ഓഫറൊക്കെ കിട്ടുന്ന സമയത്ത് ചിലവർ കൂടുതലൊക്കെ വാങ്ങി വെക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള ടിപ്പാണ് കേട്ടോ. എപ്പോഴും ഫ്രഷ് തന്നെയാണ് നല്ലത്. അപ്പോൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഫ്രിഡ്ജിലിരുന്ന് നാശമായി പോവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ടിപ്പൊക്കെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞാൽ നമ്മൾ തുടച്ച് ഡ്രൈ ആക്കി വെച്ച തക്കാളിയില്ലേ, അത് ഇടുമ്പോൾ എടുക്കുക. എന്നിട്ട് ആ ഞെട്ടി ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ പുരട്ടി കൊടുക്കുക. നല്ല അടപ്പുള്ള ബോക്സ് എടുക്കുക. എന്നിട്ട് ആ ബോക്സിൽ 3 4 കൊള്ളണമെന്ന് വെച്ചാൽ കൊള്ളുന്നത് മാത്രം തക്കാളി മാത്രം തേച്ച് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ തടച്ച് നല്ല ഡ്രൈ ആക്കി വെള്ളം നനവില്ലാതെ തക്കാളി വേണമെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് ഇതുപോലൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മളെ വീഡിയോ ടിപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.